നിങ്ങൾ ഒരുപക്ഷേ ഈ ന്യൂസ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതായത് സംസ്ഥാനത്തിനകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇനി ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പ്രിൻറ്റഡ് കോപ്പി നമ്മുടെ കയ്യിൽ കരുതേണ്ടതില്ല. പോലീസോ മോട്ടോർ വാഹന വകുപ്പോ നടത്തുന്ന പരിശോധനയിൽ നമ്മുടെ ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് കാണിച്ചാൽ മതിയാകും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. അച്ചടിച്ച ഡ്രൈവിംഗ് ലൈസൻസുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭഘട്ടം എന്നവണ്ണമാണ് ഇപ്പോൾ പ്രിൻറ്റഡ് ഡ്രൈവിംഗ് ലൈസൻസുകൾ പൂർണ്ണമായിട്ട് നിർത്തലാക്കിയിട്ട് അതിൻ്റെ ഡിജിറ്റൽ പതിപ്പുകൾ നൽകാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്നോണം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ RC ബുക്കും ഡിജിറ്റലൈസ് സംവിധാനത്തിലേക്ക് മാറ്റുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാകുന്നതോടുകൂടെ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുന്ന അപേക്ഷകർക്ക് ആ ദിവസം തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ഓൺലൈനിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് എഴുതി പാസ്സായി വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ലഭിക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ സംവിധാനം? അടിപൊളിയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ഓൺലൈനിലൂടെ പരിവാഹൻ വെബ്സൈറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനൊരു സംവിധാനം നടപ്പിലായി എങ്കിലും പലർക്കും അറിയില്ല എങ്ങനെയാണ് നമ്മുടെ ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുവാനും മറക്കരുത്. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കുക. ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് പരിവാഹൻ്റെ വെബ്സൈറ്റാണ് വിസിറ്റ് ചെയ്യേണ്ടത്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന ഈ 3 ലൈൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൺലൈൻ സർവീസസിന് താഴെ വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പോപ്പപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ലൈസൻസ് മെനു എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിൻ്റെ താഴെ വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയായിട്ട് പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിന് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഈ പേജ് എക്സിറ്റ് ചെയ്യുക. വീണ്ടും ലൈസൻസ് മെനു ഓപ്പൺ ചെയ്യുക. താഴോട്ട് വരുമ്പോൾ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ സെർച്ച് ക്രൈറ്റീരിയയുടെ അവിടെ DL നമ്പർ എന്ന് സെലക്ട് ചെയ്യുക. DL എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ കൈവശമുള്ള ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. അതിന് താഴെ നൽകിയിരിക്കുന്ന ക്യാപ്ച കോഡ് കൂടെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ട് ആപ്ലിക്കൻ ഡീറ്റെയിൽസ് എന്നൊരു സെക്ഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ ചെയ്യുക. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച വിവരങ്ങളാണ് ഈ സെക്ഷനിൽ നൽകിയിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും പരിവാഹൻ്റെ ഹോം പേജിലേക്ക് പോവുക. പിന്നീട് വീണ്ടും ലൈസൻസ് മെനുവിൻ്റെ താഴെ വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പ്രിൻ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ പേസ്റ്റ് ചെയ്യുക. അതിന് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലൈസൻസിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മുകളിലായിട്ട് കാണുന്ന PVC കാർഡ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം DL പ്രിൻ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് ഇത്തരത്തിൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുത്ത് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലോ വാട്സാപ്പിലോ ഷെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രിൻ്റഡ് കോപ്പി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ഇതിന് PVC കാർഡ് രൂപത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ PVC കാർഡാക്കി നൽകുന്ന സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടാകും. അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.